ഹലോ ചങ്ങൈമാരെ, ഇങ്ങോട്ട് വന്നതിന്റെ കണക്ക് പിള്ളേർ വിളിച്ചുകൊണ്ട് നമുക്ക് വയനാട് വരെ ഒന്നും പോയി വരില്ല. പിന്നെ പിള്ളേരെ ആഗ്രഹം സഫലായി കൊടുക്കാൻ വെച്ചിട്ട് വണ്ടിക്കണ് കയറി. സമയം രാത്രി 2 മണിയാണെങ്കിൽ ശരി നമുക്ക് വെള്ളം വായിച്ചിട്ട് ആ സമയത്തായതുകൊണ്ട് നമ്മൾ ദോശയും ബീഫിനും ഒതുങ്ങി. വയനാട് ചേർത്തമ്മ കൊണ്ടുപോയി സൈഡാക്കി ഇറങ്ങിക്കുമ്പോൾ ചെറിയൊരു തണുപ്പ്. ഇടവലം നോക്കാണ്ട് സൂപ്പർ പ്ലാൻ വിളിച്ചുകൊണ്ട് 2 റൂമാണ് പറയും. ഈ സെറ്റപ്പ് വരുന്നത് വയനാട് വൈത്തിരിയാണ്. അപ്പൊ ഈ വക സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോളി സൂപ്പർ പ്ലാൻ. ചില നമ്മൾ പൂമുഖത്തിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ പോയി ഉറങ്ങി നീ നോക്കുമ്പോൾ ഒരുത്തൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊടിച്ചായ ബഷീറിന് മധുരം കുറവ്, എനിക്ക് ലേറ്റ് 3 കൂടെ 1 2 ഇവിടെ ഒരു സാധനം കലക്കും ആണ് തരൂ. അതന്നെ ഈ പൊടി ഉണ്ട്, അതുണ്ട്, മധുരം ഉണ്ടെന്നൊന്നുമില്ല. ഒന്നാണ് കലക്കും ഇവിടെ ഇതിന് സ്വിമ്മിംഗ് പൂളും ആംബിയൻസും ഒക്കെ നോക്കി നിന്നാണ് 4 ഇഡ്ഡലി കളി. വണ്ടി നമ്മൾ രാത്രി കൊടുത്ത് നിർത്തിക്കണമെങ്കിലും സൈഡ് വിൻഡോ നമ്മൾ രാവിലെ അടക്കുള്ളൂ. സ്വിമ്മിംഗ് പൂൾ നമ്മൾ നോക്കി ചിരിച്ചാണ്ട് നമ്മൾ നേരെ അയക്കണ് പോയി. പല കൊല്ലത്തിൽ അതിൽ ചറപറ ചാടി കണ്ട് നമ്മൾ വയനാടോട് യാത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയത് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. പോയിട്ട് കപ്പിൾസിലെ റൊമാൻറ്റിക് കണ്ടുകൂടി നമുക്കൊരു മണത്തുള്ള റൊമാൻറ്റിക് നമ്മൾ കജിന്നിട്ട് കണ്ട് നമ്മളാണ് റൊമാൻറ്റിക്. ഒരു വെള്ളച്ചാട്ടം കണ്ട് വെള്ളറക്കി കണ്ട് നമ്മൾ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ ഗോദരാജിന്റെ പൂട്ടിട്ട് ചിരം പ്രകൃതി രമണി ആസ്വദിച്ച് കണ്ട് വെള്ളച്ചാട്ടം കണ്ട് നിന്ന് കണ്ട് നമ്മൾ നേരെ പുറത്തേക്കാണ് കയറി പോകുമ്പോൾ നമ്മൾ ഈ വലിയ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. ഈ ചെറിയ ബോർഡ് നമ്മൾ കണ്ടില്ല. കാട്ടുജാതിയുടെ വെസ്പാണ് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളോട് നല്ല ബക്കറ്റ് ബിരിയാണി ഇറങ്ങാണ്ട് കൊണ്ടായത് ഈ വീഡിയോക്ക്. അവിടെ കയറി നിങ്ങൾ നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി പറഞ്ഞു വിത്ത് മുട്ട ആട്. അതൊന്നും നിങ്ങളുടെ പോലെ ഡെസേർട്ടായ ഗുലാബ് ജാമുൻ കഴിച്ച് കണ്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ച് നാട്ടിൽ അമ്പരിക്കാരന്റെ പേര് കയറി കണ്ട് ഒരു പയമ്പരി ചായ കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. അപ്പൊ ശരി.